ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. അത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ മൊസറല്ല ചീസ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അടിപൊളി ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒന്ന് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ലോഡഡ് ഫ്രൈസ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒത്തിരി പൈസ ആകുമല്ലോ. അപ്പോൾ അത്രയും പൈസ വേണ്ട കേട്ടോ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കണമെങ്കിൽ അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കണമെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ധൈര്യത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാമല്ലോ. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം ചുടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് കോൺഫ്ലവർ ഒന്ന് കോട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസാണ് ആദ്യം വറുത്തെടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സോൾട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളെ വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഇപ്പം മഴയൊക്കെ അല്ലേ നാട്ടിൽ, അപ്പോൾ എല്ലാവർക്കും കൂടി ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കനിലോട്ട്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തൈര് ചേർക്കാം, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ആകെ 3 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഹാർഡായി പോകണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രസ്റ്റ് പീസല്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഹാർഡായി പോകണ്ട കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മുരിർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അധികം മുരിർത്ത് പോകണ്ട. അപ്പോൾ എല്ലാ ചിക്കനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം ചിക്കൻ എടുത്തോളൂ കേട്ടോ. കുറച്ചധികം ചിക്കൻ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് അധികം ചീസും ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മയോണൈസും അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് മയോണൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മയോണൈസ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ചിലവർ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഇടുന്നവരുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് ഈ റെഡിമെയ്ഡ് മയോണൈസും കെച്ചപ്പും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിൽ ജസ്റ്റ് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒറ്റ ലെയറായിട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് 2 ലെയറാക്കി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ അതും സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കന്, സോസ്, ചീസ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒറ്റ ലെയറായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചീസ് കുറച്ചധികം സ്പ്രെഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ അതിങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അവിടെയും ഇവിടെയായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ. ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായി വന്നാൽ മതി. കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, എല്ലാം കുക്കഡല്ലേ. അപ്പോൾ ജസ്റ്റ് ആ ചീസൊന്ന് മെൽട്ടായി വന്നാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ അടിപൊളി ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് പോലെ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചീസും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നില്ല, ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പിള്ളേർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലോഡഡ് ഫ്രൈസാണ്. ലോഡഡ് ഫ്രൈസ് ഇഷ്ടമില്ലാത്ത പിള്ളേർ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താലും മതി. ആ ചീസ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി കേട്ടോ.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ലേ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.